കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കേക്ക് മേക്കിങ്ങിൻ്റെ ഫ്രൂട്ട് മിക്സിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രൂട്ട്സ് 28 ദിവസം കഴിഞ്ഞിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു കേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ റിബണൊക്കെ ഒന്ന് മാറ്റി കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഇങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇപ്പം ഇത് ഈ കേക്കെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയിട്ട് പിറ്റേന്നോ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇപ്പം തന്നെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പം ഞാനത് കഴിച്ച് നോക്കട്ടെ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതിന് ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര അടിയിൽ നിന്ന് മെൽറ്റായി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് കട്ടി പിടിക്കും. അടിഭാഗത്തു നിന്ന് ഇങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. ഇത് ഒരുവിധം നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കേക്ക് മിക്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട് സോക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മളത് 28 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലപോലെ ഏകദേശം സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കോരി എടുക്കുകയാണ്. 1 മുതൽ 1.25 കപ്പ് വരെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് ഇവിടെ ചേർക്കുന്നുള്ളൂ. നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്. അത് 28 ദിവസത്തെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിന്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അടുത്ത വർഷം കേക്ക് ഉണ്ടാക്കുമ്പോഴും ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കറക്റ്റ് നമുക്ക് 1 കപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിനി കേക്കിൽ ചേർക്കാൻ പോണ നമ്മുടെ ഫ്രൂട്ട് മിക്സ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് 250 ഗ്രാം മൈദയാണ്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണ് ഞാൻ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത്. 1/4 ടീസ്പൂണിൽ കുറവാണ് ബേക്കിംഗ് സോഡ. അതായത് 1/8 ആണ് ഇപ്പോൾ ചേർക്കുന്നത് ബേക്കിംഗ് സോഡ. ഒരു 1/8 താഴെയായിട്ടാണ്. 1 പിഞ്ചാണ് സോൾട്ടും കൂടി ചേർക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ ജാതിക്കയുടെ കുരു, ഇത്രയും കൂടി പൊടിച്ചതാണ്. ഇതിപ്പോൾ നിങ്ങളുടെ സ്പൈസസിന് എത്രത്തോളം നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇത് ഒരു 1/2 ടീസ്പൂണോളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഫ്രൂട്ട് സോക്കിങ്ങിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. ഇത് നമുക്ക് നല്ലപോലെ ഇത് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യമായിട്ട് നമ്മളിത് തട്ടി അരിച്ചെടുക്കണം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ബട്ടറാണ് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബട്ടർ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പം നമുക്ക് ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിന് വേണ്ടിയിട്ട് 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണിത്. 1/4 കപ്പ് നമ്മൾ കാരമലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ടയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. വലിയ മുട്ട 2 എണ്ണം ചേർത്താൽ മതി. അപ്പം ഇനി ഞാൻ ഇതിലേക്ക് ഓരോ മുട്ടയായിട്ട് ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം 1 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
പഞ്ചസാര എല്ലാം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് മാവ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ബാറ്റില കൊണ്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പഞ്ചസാര സിറപ്പ് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് 1 കപ്പുണ്ട്. 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ നമുക്ക് ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സ് ഉണ്ടല്ലോ, കുറച്ച് മൈദാമാവ് ചേർത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നട്ട്സാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നട്ട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഇതിലേക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ ബട്ടറെല്ലാം തേച്ചിട്ടുള്ള ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. കുറച്ച് നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഓവൻ സെറ്റപ്പ് ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഓവനല്ല, ഞാനൊരു ചരുവത്തിനകത്താണ് ഇതിപ്പോൾ ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ അത് ചൂടായി കിടപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അതിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പം നമുക്കിതിലേക്ക് ഇനി ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. 45 മിനിറ്റ്സ് വരെ ഏകദേശം വേണ്ടി വരും ഇത് ഇത് കറക്റ്റായിട്ട് അത് ബേക്കായി വരാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് അടച്ച് വയ്ക്കാം. നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല പോലെ വന്നിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സൈഡിൽ ബട്ടർ പേപ്പർ ഇളക്കിയിട്ടില്ല. അപ്പം നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് ഇളക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ എൻ്റെ ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.